അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ പ്രകാശിൽ നിന്ന് നമ്മുടെ വണ്ടി ഇറക്കാൻ പോകുന്നതിൻ്റെയാണ്. ഇതങ്ങനെ പ്രോപ്പർ വ്ളോഗായിട്ട് എടുക്കണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ പറ്റിയില്ല, സോറി ഗൈസ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ രാവിലെ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ കെട്ടാനുള്ള പൂവെല്ലാം നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അങ്ങനെ നമ്മൾ പൂ മാർക്കറ്റിലെത്തി. അവിടെ നിന്ന് കുറേ കടകൾ തപ്പി നടന്നു. നമ്മൾ ഉദ്ദേശിച്ച സൈസുള്ള സംഭവം കിട്ടിയിട്ടില്ല ഇതുവരെ. ഫൈനലി അങ്ങനെ നമ്മൾ കുറച്ച് ഉള്ളിലായിട്ടുള്ള ഒരു കട കണ്ടുപിടിച്ചു. അവിടെ നമ്മൾ ഉദ്ദേശിച്ച ടൈപ്പ് അതല്ലെങ്കിലും അതുപോലത്തെ ഒരു മാല കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അത് തന്നെ മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഈ കാണുന്ന റെഡ് മാലയും പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് മുല്ലപ്പൂവും പിന്നെ ഒരു തുളസി മാലയും നമ്മൾ മേടിച്ചു. അപ്പോൾ നമ്മൾ വണ്ടിക്കുള്ള മാലയും പിന്നെ ബാക്കി പൂജാ സാധനങ്ങളൊക്കെ മേടിച്ച് അവിടെ നിന്ന് മെട്രോയിൽ കയറി നമ്മൾ നേരെ പീനിയ ഇൻഡസ്ട്രിയിലോട്ട്. അവിടെയാണ് ഗൈസ് നമ്മുടെ വണ്ടിയുള്ളത്. അങ്ങനെ ഞങ്ങളിത് മെട്രോ സ്റ്റേഷനിൽ വന്നിറങ്ങി. ഇതിന് നേരെ ഓപ്പോസിറ്റാണ് പ്രകാശുള്ളത്. നേരെ അങ്ങോട്ട് പോകണം. മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി റോഡൊക്കെ ക്രോസ് ചെയ്ത് നമ്മൾ നേരെ പ്രകാശിലെത്തി. ഫ്രണ്ടിലായിട്ട് കാസ്നോയുടെ ബസ്സൊക്കെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അകത്ത് ചെന്നപ്പോൾ നമ്മുടെ വണ്ടി അവിടെ കിടപ്പുണ്ട്. ഓൾറെഡി ഗ്ലാസ്സിൽ പേരൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ വണ്ടിയുടെ ഒപ്പം കാളിയുടെ വണ്ടി ഉണ്ടായിരുന്നു. കാളിയുടെ 2 വണ്ടിയും മാഡ്രാക്കിൻ്റെ വണ്ടിയും പിന്നെ ഫോഴ്സും കിടപ്പുണ്ട്. അപ്പോൾ കാളിയുടെ 2 വണ്ടിയുടെ ഡെലിവറി ഇന്ന് നമ്മുടെ വണ്ടിയുടെ ഒപ്പം തന്നെയാണ് ഗൈസ്. ഇപ്പോൾ ഗൈസ്, വണ്ടി കിട്ടാൻ ലേറ്റ് ആവുന്നതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങി. ഇന്നത്തെ ഫുഡ് സ്പോൺസേർഡ് പോയി. അപ്പം നമ്മൾ 2 ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു. പിന്നെ ഒരു ബിയർ. ആ ബിയർ ഞാനല്ല ഓർഡർ ചെയ്തത്, ഈ പുള്ളിയാണ്. അപ്പോൾ നമ്മൾ തിരിച്ചു വന്നപ്പോൾ അത് ഇവിടെ ഒരു സെഡസ്റ്റർ കിടപ്പുണ്ട്. പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് കിടക്കുന്നതാണ്. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ വണ്ടി ലാസ്റ്റ് മിനിറ്റിലെ മിനുക്ക് പണികളെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ വണ്ടി പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞ് നേരെ വാട്ടർ ടെസ്റ്റിന് കയറ്റാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് നേരെ വാട്ടർ ടെസ്റ്റിന് കയറ്റും. അപ്പോൾ നമ്മുടെ വണ്ടി ഫൈനൽ വാട്ടർ ടെസ്റ്റിന് കയറ്റിയിട്ടുണ്ട്. എനിക്ക് ഈ വീഡിയോ കറക്റ്റ് ഒരു വ്ളോഗായിട്ട് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് വിഷമമുണ്ട് ഗൈസ്. റീൽസിനുള്ള ക്ലിപ്പ് എടുക്കേണ്ടതുകൊണ്ട് കൂടിയാണ് ചെറിയൊരു ലാഗ് വന്നത്. അല്ലെങ്കിൽ ഇതൊരു പ്രോപ്പർ വ്ളോഗ് പോലെ എടുക്കാമായിരുന്നു. അങ്ങനെയൊക്കെ വിചാരിച്ചാണ് വന്നത്. അപ്പോൾ നമ്മുടെ ബസ് ഫൈനൽ വാട്ടർ ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നേരെ ഡെലിവറിക്ക് സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ വന്നപ്പോൾ പുറത്ത് കിടക്കുന്നതുകൊണ്ട് ഗ്യാസിനോവ് ഇപ്പോൾ അകത്ത് കിടപ്പുണ്ട്. ഗ്യാസിനോവ് ഇവിടെ എന്തോ ഒരു റീവർക്കിന് വന്നതാണ്. അപ്പോൾ എല്ലാ പരിപാടികളും തീർത്തത് ഡെലിവറിക്ക് വേണ്ടി നമ്മുടെ വണ്ടി ഫ്രണ്ടിലായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന നമ്മുടെ വണ്ടിയുടെ ഡെലിവറി ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന മാലയെല്ലാം ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി പിന്നെ കൊമ്പിൽ 2 കസവ് കെട്ടാനുണ്ട്. അതിൻ്റെ പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പരിപാടികളെല്ലാം തീർത്ത് സെറ്റാക്കി പ്രകാശിൽ നിന്ന് ആൾ വന്ന് നമ്മുടെ വണ്ടിയുടെ വാഹന പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ബസ്സിൻ്റെ പൂജയുടെ ഫുള്ള് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ആദ്യം പറഞ്ഞ പോലെ റീൽസിനുള്ള ക്ലിപ്പെല്ലാം എടുക്കുന്നതുകൊണ്ട് അതും ഇതും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ടും എടുക്കാൻ പറ്റാതെ വരും. അതുകൊണ്ട് റീൽസിനുള്ളതാണ് മെയിനായിട്ട് നമ്മൾ എടുത്തത്. അതാണ് വ്ളോഗിൽ മെയിനായിട്ട് ക്ലിപ്സ് കുറവായത്. അപ്പോൾ നമ്മുടെ എല്ലാ പരിപാടികളും തീർത്ത് വണ്ടിയുടെ പൂജയും കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞ് നമ്മൾ നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സെറ്റായിട്ട് നിൽക്കും. അവിടെ നിന്ന് വെള്ളം കുടിക്കാൻ കയറി വന്നപ്പോഴാണ് നമ്മുടെ ഓറിയോൻ്റെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. പെയിൻറ്റിങ്ങോ എന്തോ കഴിഞ്ഞ് ഇറങ്ങുന്നതാണെന്ന് തോന്നുന്നു. നമുക്ക് നാട്ടിലേക്ക് പോകണമെങ്കിൽ 2-3 പേപ്പറും കൂടെ കിട്ടാനുണ്ട്. അതോടെ കിട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതോടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വണ്ടിയായിട്ട് നാട്ടിലേക്ക് പോകും. അപ്പോൾ വൈകുന്നേരം ഒരു 6:30 ആയപ്പോഴത്തേക്കും നമ്മുടെ വണ്ടിയുടെ ഫുള്ള് പരിപാടി, വർക്കും പൂജയും എല്ലാ പരിപാടിയും തീർത്ത് നമ്മൾ നാട്ടിലേക്ക് പോകാൻ നമ്മുടെ വണ്ടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബസ് ഇതേ പ്രകാശിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളപ്പോൾ തൊട്ടടുത്തുള്ള ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പിലായിട്ട് നേരെ കയറിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇനി ഡീസൽ അടിച്ചിട്ട് വേണം നമുക്ക് നാട്ടിലേക്ക് പോകാൻ. അപ്പോൾ പ്രകാശിൽ നിന്ന് ഏത് വണ്ടി ഇറങ്ങിയാലും ഈ പമ്പിൽ കയറി ഫുൾ ടാങ്ക് ഡീസൽ അടിക്കുമെന്നാണല്ലോ. അല്ലാതെ വേറൊന്നുമല്ല. നമ്മൾ പോകുന്ന വഴിക്ക് തൊട്ടടുത്തുള്ള പമ്പെന്ന് പറയാൻ ഇത് തന്നെയുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് അടിച്ചിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വേറെ റിസ്ക് ഇല്ല, വഴി കിടക്കേണ്ട വരുമില്ല, അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് നമ്മളിവിടെ കയറുന്നു, ഇവിടെ നിന്ന് ഫുൾ ടാങ്ക് ഡീസലും അടിക്കുന്നു, നമ്മൾ നേരെ നാട്ടിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മളിവിടുന്ന് ഫുൾ ടാങ്ക് ഡീസലൊക്കെ അടിച്ചിട്ടുണ്ട്. ഇനി നമ്മളിവിടുന്ന് നേരെ നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ രാത്രിയിലത്തെ ഫുഡും കഴിഞ്ഞ് നമ്മൾ മൈസൂർ റൂട്ടിൽ നിന്ന് എന്താണ് ഫുഡ് കഴിച്ച് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നേരെ ഫോണും കുത്തിയിട്ട് ഞാനാണെങ്കിൽ ഉറങ്ങാൻ കിടന്നു. ഇനി ബാക്കി രാവിലെ കാണാൻ ഗൈസ്. ബൈ. രാവിലെ പട്ടാമ്പി ആയപ്പോൾ ഒന്ന് എണീറ്റതാണ്. പക്ഷെ അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെയും കിടന്നുറങ്ങി. തൃശ്ശൂർ അടുത്തൊരു ടോളിൻ്റെ അവിടെയൊക്കെ ആയപ്പോഴാണ് ഗൈസ് പിന്നെ എണീക്കുന്നത്. അപ്പം നമ്മൾ ടോളൊക്കെ കഴിഞ്ഞിങ്ങ് പോന്നു. ഇപ്പോഴും തൃശ്ശൂർ ഏരിയ തന്നെയാണ്. കറക്റ്റ് എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. നമ്മളിവിടെ നിന്ന് നേരെ വൈറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതേ വൈറ്റിലെത്തിയപ്പോൾ ഞങ്ങളിവിടെ ഇറങ്ങി. വണ്ടി നേരെ ജിങ്കിയിലോട്ട് AC കയറ്റാനാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ ഇറക്കിയിട്ട് അവർ നേരെ ജിങ്കിയിലോട്ട് പോയി. ഇനി വണ്ടിയുടെ ബാക്കി അപ്ഡേറ്റ്സൊക്കെ നമ്മൾ വരുന്ന വീഡിയോസിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ വ്ളോഗ് ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.